ഡൊണാൾഡ് ട്രംപ് തന്ന 8ന്റെ പണി ഇന്ത്യക്ക് ശരിക്കും പണിയായി തുടങ്ങുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. ഡോളറിനെതിരായ ഇന്ത്യൻ രൂപ ചരിത്രത്തിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് പോയി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ തീരുവയുടെ പ്രത്യാഘാതങ്ങൾക്കിടയിലാണ് ഈ ഇടിവ്. 88.31 നിലവാരത്തിലേക്ക് വീണ രൂപ 61 പൈസ നഷ്ടത്തിൽ 88.19 നിലവാരത്തിൽ ക്ലോസ് ചെയ്തു. ആദ്യമായാണ് 88ലേക്ക് ഇന്ത്യൻ രൂപ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാസങ്ങൾക്ക് മുൻപ് 85 രൂപ കൊടുത്താൽ ലഭിക്കുമായിരുന്ന ഒരു US ഡോളർ ലഭിക്കാൻ ഇന്ന് 88 രൂപ കൊടുക്കണം. തീരുവ വിഷയത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖല കിതയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് രൂപയുടെ മൂല്യത്തിലുള്ള ഈ വമ്പനിടിവ്. ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം കുറയുന്നതും എണ്ണക്കമ്പനികൾ ഉൾപ്പെടെയുള്ള ഇറക്കുമതിക്കാരിൽ നിന്ന് ഡോളറിൻ്റെ ഡിമാൻഡ് ഉയർന്നതും രൂപയെ നല്ലപോലെ വലച്ചു. അവിടെ ഇന്ത്യൻ രൂപയ്ക്ക് കുറച്ചെങ്കിലും രക്ഷയായത് റിസർവ് ബാങ്കാണ്. രൂപയുടെ മൂല്യം താഴ്ന്നു തുടങ്ങിയതോടെ റിസർവ് ബാങ്ക് ഡോളർ വിറ്റഴിച്ചു തുടങ്ങി. അങ്ങനെയാണ് രൂപ 88.19 എത്തിയത്. അല്ലായിരുന്നുവെങ്കിൽ രൂപയുടെ മൂല്യം ഇതിലും താഴേക്ക് പോയേനെ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി രേഖപ്പെടുത്തിയ 87.95 ആയിരുന്നു ഇതിനു മുൻപ് ഇന്ത്യൻ രൂപയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ താഴ്ച. എന്നാൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് പ്രവാസികൾക്ക് അത്യാവശ്യം നേട്ടമായി. നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാനാകുമെന്നതാണ് ഇതിൻ്റെ ഗുണം. അതേസമയത്ത് വിദേശത്ത് പഠിക്കുന്നവർ, വിദേശയാത്ര ചെയ്യുന്നവർ എന്നിവർക്ക് ഇത് തിരിച്ചടിയാണ്. ഇവർ പഠന യാത്രാ ചെലവുകൾക്ക് കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരക്കാരൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ, നമ്മൾ പാവപ്പെട്ടവർക്ക് എന്തായെന്ന് അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. രൂപയുടെ വില കുറയുന്നത് വിദേശത്ത് നിന്നുള്ള ഇറക്കുമതിക്ക് തിരിച്ചടിയാകും. ക്രൂഡ് ഓയിൽ, സ്വർണം, ഇലക്ട്രോണിക്സ്, അസംസ്കൃത വസ്തുക്കൾ തുടങ്ങി ഇന്ത്യയിലേക്ക് ഇറക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഇന്നു മുതൽ കൂടുതൽ വില നൽകണം. ഇവയ്ക്ക് കൂടുതൽ വില കൊടുക്കുന്നതോടെ രാജ്യത്ത് അവശ്യ വസ്തുക്കളുടെ വില ഉയരും, പണപ്പെരുപ്പം കൂടാനിടയാകും. ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി, വ്യാപാര കമ്മി എന്നിവ കൂടുന്നത് സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കും. അമേരിക്കയുടെ തീരുവ പ്രഖ്യാപനം ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയായെങ്കിലും ചൈനീസ് യുവാന് അത് കരുത്തു പകർന്നു. യുവാനെതിരെയുള്ള രൂപയുടെ മൂല്യം ഇന്ന് 12.33 എന്ന റെക്കോർഡ് താഴ്ചയിലെത്തി. GCC കറൻസികളായ UAE ദർഹം, സൗദി റിയാൽ, ഖത്തർ റിയാൽ തുടങ്ങിയവയുടെ മൂല്യവും രൂപയ്ക്കെതിരെ ഇന്ന് ഉയർന്ന നിലവാരത്തിലാണ്. എന്തായാലും പ്രതിസന്ധികൾ തരണം ചെയ്ത് അതിവേഗം ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.